ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം വലിയ വിവാദങ്ങളിലേക്ക് പോകുകയാണ്. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തി എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട്, വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്? അല്ല, ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് സമീപ ദിവസങ്ങളിൽ നടക്കാൻ പോകും. അദ്ദേഹം വരുന്നതിന് മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഴിഞ്ഞം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്ത് വിവാദമാണ് ഉള്ളത്? ഈ വിവാദം ഉണ്ടാക്കിയത് ആരാണ്? ഈ വിവാദം ഉണ്ടാക്കുന്നതിന് മുഖ്യകണ്ണി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേരളം ഒരു കാര്യം ഞാൻ അങ്ങയെ ഒരു കാര്യത്തിൽ എനിക്ക് പറഞ്ഞു പോകാതെ കഴിയില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും, മുഖ്യമന്ത്രിയുടെ കുടുംബം, അതെങ്ങനെയാണ് സാർ സ്വാഭാവികമാകുന്നത്? അല്ല, മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ ആ സ്വാഭാവികം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ഏത് ഭരണാധികാരിയും അവരുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാന്ന് പറയുന്നതാണ് ഈ സ്വാഭാവികം എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത്? എന്തിനാണ് അദ്ദേഹം അവിടെ എത്തിയത്? അദ്ദേഹം എത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായ, ലോകത്തിനൊപ്പം വളരാൻ സാധ്യതയുള്ള ഏതാണ്ട് അതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ തന്നെ അവിടെ പാടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ ഒരു പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ എത്തുന്നതിന് മുന്നോടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു. അതല്ലേ അവരല്ലേ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യണ്ടേ? ശ്രീ റെജി ലൂക്കോസ്, ഈ മകൾ എന്ന് പറയുന്നത് ഒന്നാമത് ഇത് മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മെയ് 2 പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എന്ന്. അപ്പോൾ തന്നെ അതിനൊരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ കുടുംബത്തിന്റെയൊക്കെ സാന്നിധ്യം വരുന്നത്? മാത്രവുമല്ല, SFIO കേസിൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ഈ ഔദ്യോഗിക സ്വഭാവത്തോടുകൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ഈ വിഷയത്തിൽ? അല്ല, വാസ്തവമാണെന്നുണ്ടെങ്കിൽ ഈ ഔചിത്യ കുറവ് നിങ്ങളാണ് കാണിക്കുന്നത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖത്തിൽ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരവിന് മുന്നോടിയായി മുഖ്യമന്ത്രി കുടുംബത്തോടെ എത്തിയത് ആ പരിപാടിയായി നിങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതിനു മുൻപ് കേരളം ഭരിച്ചിരുന്ന എത്ര മുഖ്യമന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങളെ, ഭാര്യമാരെ അതുപോലെ മക്കളെയൊക്കെ ഇങ്ങനെ ഓരോ പൊതുചടങ്ങിലും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഔദ്യോഗിക സ്വഭാവമുള്ള പരിപാടികളിൽ പോലും ഇങ്ങനെ കുടുംബത്തെ എഴുന്നള്ളിച്ച് നടക്കുന്നത് എത്രയും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും? ശ്രീ റെജി ലൂക്കോസ്, അല്ല, മുൻ മുഖ്യമന്ത്രിമാര് കുടുംബത്തോടൊപ്പം എത്തിയോ ഇല്ലയോ എന്നുള്ള ഇവിടെ പ്രസക്തമല്ല. ഇവിടുത്തെ ഈ ചടങ്ങ് എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിനെ പോലും ഒരു ഔചിത്യമില്ലായ്മയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന അല്ല, ഇത് ഔദ്യോഗികമായ ഒരു ചടങ്ങാണ് ശ്രീ റെജി ലൂക്കോസ്. ഇതിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഇവർക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരവസരത്തിലാകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഔദ്യോഗികമായി ഈ യോഗം നടക്കുമ്പോൾ അവിടെ പുറത്ത് കാത്തിരിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ഈ കുടുംബത്തെ പോലും ഈ അടുക്കളക്കാര്യം പോലെ ഔദ്യോഗിക കാര്യം കൂടി കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? അല്ലെ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മറുപടി കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വിളിച്ചാൽ എന്താ അർത്ഥമുള്ളത്? അല്ല, താങ്കൾ ഇത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ഇത് സ്വാഭാവികം എന്ന് മാത്രമല്ല, ഇത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അദ്ദേഹത്തിന് ഭാവിനോടൊപ്പം യാത്ര ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പം കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, അദ്ദേഹം ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് ആരോടൊപ്പമാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയോട് മക്കളോടൊപ്പം. ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശന കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഭാര്യയുണ്ട്, അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്ത് അടുക്കളക്കാരിയുള്ളൂ? നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഈ ചർച്ചയെ കൊണ്ടുവന്നത്? ഇത് പൊതുജനം കേൾക്കുന്നില്ല. നിങ്ങൾ ശരിക്കും ഇവിടെ അനാദരവ് കാണിക്കുന്നത് ആദരണീയനായ ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ്. ഇപ്പൊ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിന് ഏറ്റവും ശ്രേഷ്ഠമായി രാജ്യത്തിന് അഭിമാനമായ ഒരു പദ്ധതി സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങിന് മുന്നോടിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പ്ലാന്റ് അങ്ങേ ചർച്ചയിൽ ഒന്ന് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിനെത്തുമ്പോൾ ഒപ്പം ഭാര്യയുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വലിയ താരതമ്യം പിണറായി വിജയന്റെ കാര്യത്തിൽ ഇടതുപക്ഷ നിരീക്ഷകർ നടത്തുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ,
അല്ല, തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന ഒരു മഹത് വ്യക്തിയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഈ കാളവാല് വെക്കുമ്പോ എന്തിനാണെന്ന് നാട്ടിൽ അറിയാം എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറയും പോലെ പിണറായി വിജയൻ പ്രത്യേകിച്ച് ഇപ്പോ മകളെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരെ കൂടെ കൂട്ടി ഇത്തരം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെല്ലുമ്പോ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ നന്നായി മനസ്സിലാവും. അപ്പൊ അദ്ദേഹം ആ തരത്തിലൊരു ഒരു ഏത് കാര്യം എടുക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കാം, ലാഭമുണ്ടാക്കാം, അല്ലെങ്കിൽ പുറംപണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വൈദ്യുത മന്ത്രിയുടെ കാലം മുതൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമുള്ള അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൽ നിന്ന് അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ മക്കളെ താലോലിച്ച മുഖ്യമന്ത്രി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കൊടുക്കാൻ വേണ്ടി ആന്റണിയെ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം മൂത്രമൊഴിക്കാൻ പോയി, എന്നിട്ട് ആന്റണിയെ കൊണ്ടാണ് പേര് പറയിച്ചത്. അതിനുശേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മറയോടുകൂടിയാണ് കരുണാകരൻ പോലും ചെയ്തത്. അപ്പൊ അതിന് അങ്ങനെയുള്ള മറയൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ നേരത്തെ ഈ സ്വാഭാവികം എന്ന വാക്കുകൊണ്ട് എന്റെ സുഹൃത്ത് ഉദ്ദേശിച്ചത്.